ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഒരു സുഖിയൻ ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാൻ ചെറുപയർ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 മണിക്കൂർ കുതിർത്തതായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ഏലക്ക, കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 അച്ചോളം ശർക്കര, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി മെൽറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് അരിച്ച് വെച്ചതാണ്. അത് ഞാൻ ആ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപയറെല്ലാം നന്നായി മിക്സ് ആയെടുക്കണം. ചൂടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ സുഖിയൻ്റെ ഫില്ലിങ് റെഡിയാണ്. അപ്പോൾ ഇതാ കണ്ട, അത് നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഉരുട്ടാൻ പറ്റണം. ആ ഒരു പരുവത്തിന് മാത്രമേ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി അതിന് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇതാ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതായത് ഒരു യെല്ലോ കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഒഴിച്ച് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായി ഒരു ബാറ്ററാക്കി എടുക്കാം നമുക്കതിനെ. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇപ്പോൾ ചൂടെല്ലാം ആറി നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ചെറിയ ബോൾസാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെറുപയറെല്ലാം ഇതാ നല്ല ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇത് ഓൾറെഡി എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി അതിൻ്റെ അകത്തോട്ട് ഓരോന്നായിട്ട് മറ്റേ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സുഖിയൻ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മാവിലോട്ട് കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് ഒരു 2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടാക്കുകയാണ് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു നുള്ളു ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വീർത്ത് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണേൽ അങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് ഈ മാവിലോട്ട് ഈസ്റ്റും കൂടി ചേർത്ത് മാവ് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം പൊങ്ങാൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. കുറച്ചും കൂടി നല്ല രീതിയിൽ ഹോട്ടൽ സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ സുഖിയനെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ നല്ലൊരു വീഡിയോ നടക്കണം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.